ഷലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ നടന്ന ഇസ്ലാം തീവ്രവാദ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും 60 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതും എല്ലാം. ആ വെടിവയ്പ്പിൻ്റെ ഉത്തരവാദിത്തം ഹമാസ് തീവ്രവാദി സംഘടന ഏറ്റെടുത്തു. വീണ്ടും സമാധാന മതക്കാർ അല്ലേ. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഹനൂക്ക ആഘോഷിച്ചിരുന്ന പാവം ജൂതന്മാർക്ക് നേരെയാണ് പാകിസ്ഥാനിൽ നിന്ന് ആണെന്ന് പറയപ്പെടുന്നു കുടിയേറിപ്പാർത്ത ആ അപ്പനും മകനുമായ മുസ്ലിം തീവ്രവാദികൾ നിറയൊഴിച്ചത്. ലോകത്തെവിടെയെങ്കിലും ജൂതന്മാർ ആരെയെങ്കിലും കൂട്ടക്കൊല ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അഭയാർത്ഥികളായി ചെന്നിട്ട് അവരുടെ നാട് പിടിച്ചെടുത്തതായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ അവർ ചെന്നിട്ട് ഇപ്പോൾ ചിതറിപ്പാർത്തല്ലോ നമ്മുടെ ജൂതന്മാർ, ഈ ലോകം മൊത്തം ചിതറിപ്പാർത്തു. അവരുടെ നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ശല്യമുണ്ടാക്കിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തുള്ള പല രാജ്യങ്ങളും അവരെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ, കൊത്തിയാട്ടിയിട്ടേ ഉള്ളൂ, പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ അല്ലേ. എന്നിട്ടും എന്തിനാണ് ഈ ഇസ്ലാം തീവ്രവാദികൾക്ക് ഈ ജൂതവിരുദ്ധത എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമാധാന മതക്കാർ എല്ലാ രാജ്യത്തിലും സമാധാനം എന്ന് പറഞ്ഞ് അഭയാർത്ഥികളായി ചെന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ സ്വഭാവം കാണിക്കും അല്ലേ. പിന്നീട് ആ രാജ്യം തന്നെ അവരുടെ ആയിരുന്നു അല്ലെങ്കിൽ അവരുടെ ആണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു വർഗ സ്വഭാവം അല്ലേ. അപ്പോൾ അവരെന്തിനാണ് ഈ ജൂതവിരുദ്ധത കൊണ്ടു നടക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് ഈ യഹൂദന്മാരെ എവിടെ ചെന്ന് വെച്ചാലും ആക്രമിക്കണം, കൊല്ലണം എന്നുള്ള ആ ചിന്ത എങ്ങനെയാണ് അവരിൽ ഉടലെടുക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നാൾ ഒരു ഉസ്താദ് ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടു, മുസ്ലിമുകൾ അവരവരുടെ ഖുറാൻ ഫോളോ ചെയ്യുന്നല്ലേ ഉള്ളൂ, അവരുടെ ദൈവം പറയുന്നത് അവരനുസരിക്കുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ അവർ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അവരുടെ ദൈവം പറയുന്നതാണ് ഈ ലോകം മുഴുവൻ തള്ളാഹുവിൻ്റെ ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന നിയമം അവരനുസരിക്കുന്നല്ലേ ഉള്ളൂ. പാവങ്ങൾ അതിലെന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? അതിന് സമ്മതിക്കാത്ത കാഫിറുകളെ കൊന്നുകളയുക എന്ന ഖുറാനിലെ അവരുടെ നിയമം അവർ അനുസരിക്കുന്നല്ലേ ഉള്ളൂ. അതിലെന്താണ് തെറ്റ് എന്നാണ് ആ വീഡിയോയിൽ ഉസ്താദ് ചോദിക്കുന്നത് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഖുറാനിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവസാന ജൂതൻ മരിച്ചു വീഴും വരെ യഹൂദന്മാരോട് യുദ്ധം ചെയ്യണം എന്ന് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ അടുത്തേക്കാണ്, ക്രിസ്ത്യാനികളുടെ അടുത്തേക്കും മറ്റുള്ളവരുടെ അടുത്തേക്കാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇത്ര നല്ല ആയത്തുകൾ ഖുറാനിൽ എങ്ങനെ വന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ മുഹമ്മദ് കോയയ്ക്ക് ഈ ആയത്തുകളൊക്കെ ഇറക്കിക്കൊടുത്ത ജബ്രിയേൽ എന്ന ദൂതൻ അതാരാണ്? ഈ ഇസ്രായേലിനോട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജബ്രിയേലിന് യഹൂദന്മാരോട് ഇത്ര വിരുദ്ധത? ഈ ആയത്തുകളൊക്കെ ഇറക്കി അവന്മാരെ എന്താ പറയുക, മുച്ച് നശിപ്പിക്കണമെന്ന ഒരു ചിന്ത ഈ ഖുറാനിലൂടെ ഈ ഇസ്ലാം തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ മുസ്ലിമുകൾക്ക് ഒരായത്തിലൂടെ കൊടുക്കാനായിട്ട് എന്താണ് കാരണം? അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അതായത് ഈ അടുത്തിടെയാണ് നമ്മൾ ഈ ഖുറാനിൽ ഉള്ള ഈ ആയത്തുകളൊക്കെ അല്ലേ, ഈ അത്ഭുതം നിറഞ്ഞ ആയത്തുകൾ തന്നെ വേണമെങ്കിൽ പറയാം, ഈ മുത്തുച്ചിപ്പി പുസ്തകമാണെന്ന് തിരിച്ചറിയുവാനും ഈ ആയത്തുകളൊക്കെ കേൾക്കാനും തുടങ്ങിയത് ഈ അടുത്തിടെയാണല്ലേ. ഈ മുത്തുച്ചിപ്പി പുസ്തകത്തിലെ പല കഥകളും പ്രസിദ്ധമായതും ട്രോളുകളായതും എല്ലാം ഈ അടുത്തിടെയായിരുന്നു. മലയാള പരിഭാഷ വരുന്നതിന് മുൻപ് അറബിലായിരുന്നത് കൊണ്ടും പിന്നെ സഹോദര സ്നേഹം തുളുമ്പി അവർ പറയുന്നതൊക്കെ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഇതിനു മുമ്പ് നമ്മളിതെല്ലാം അറിയാതെ പോയി അല്ലേ. അവർ ക്രിസ്ത്യാനികളോട് പറഞ്ഞു, നിങ്ങളുടെ യേശുവായാണ് ഞങ്ങളുടെ ഈസ, നിങ്ങളുടെ അബ്രാഹമാണ് ഞങ്ങളുടെ അബ്രാം, എന്നിട്ടാണ്
എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളുടെ അടുത്തേക്ക് കൂടി. പക്ഷേ അവരുടെ തനി നിറം പുറത്തു വന്നത് ഈ അവസാന കാലത്താണ് അല്ലേ. ഇന്നിപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ലോകത്തിൻ്റെ പോക്ക് ശ്രദ്ധിക്കുന്ന, പത്രം വായിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാം ഇവരുടെ വർഗ സ്വഭാവം. എല്ലാ മുസ്ലിമുകളും ഒരുപോലെയാണ് എന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് സാത്താൻ്റെ പുസ്തകമായ ഖുറാനെ ഫോളോ ചെയ്യുന്ന ഇസ്ലാം തീവ്രവാദത്തിന് എതിരെയാണ്. ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. ഓരോരോ അക്രമങ്ങളും കേൾക്കുമ്പോൾ അതങ്ങ് ദൂരെയല്ലേ എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികളെ, നിങ്ങളും അവർക്ക് നടുവിലാണ്. ചുറ്റും അവസരം കാത്തിരിക്കുന്ന തീവ്രവാദികൾ നിങ്ങളുടെ സഹോദരങ്ങളെ പോലെ നിങ്ങളോട് സ്നേഹം നടിച്ച് കഴിയുകയാണ്. ഇനി അവർ നല്ലവരാണ് എങ്കിലും, ഇന്നത്തെ വിദ്യാസമ്പന്നരായ കുറേ പേരൊക്കെ നല്ലവരായിരിക്കാം, നല്ലവരാണ് എങ്കിലും അവർക്ക് അനങ്ങാൻ പറ്റില്ല. അവർ മൗനാനുവാദം നൽകാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ അവരെയും കൊല്ലും. ഈ ഇസ്ലാം തീവ്രവാദവും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ശരിക്കും സാത്താനും ദൈവജനവുമായിട്ടുള്ള യുദ്ധമാണ്. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, യഹൂദന്മാർ ഒരു ട്വിസ്റ്റഡ് സന്തതികളാണ് എന്ന്. അവർ ഈ ലോകത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തരാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി, ഒരു നായ തെരുവ് നായ്ക്കളുടെ അടുത്തേക്ക് ചെന്നു എന്ന് വിചാരിക്കുക. അവർ കടിച്ച് ഓടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർ ചേരില്ല. അതുപോലെ ചില പക്ഷികൾ, ഇപ്പം നമ്മൾ തത്തമ്മയൊക്കെ വീട്ടിൽ വളർത്തണം, നമ്മൾ അതിനെ അഴിച്ചു വിട്ടാൽ മറ്റു പക്ഷികൾ കൊത്തി ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? തിരിച്ച് അവ വേഗം തന്നെ കൂട്ടിലേക്ക് കയറി വരും അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് യേശുവ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ്, നിങ്ങൾ ലോകത്തിൽ നിന്നല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുമെന്ന് അല്ലേ. അപ്പോൾ എന്താണ് യഹൂദന്മാരുടെ സവിശേഷത? എന്തുകൊണ്ടാണ് സാത്താൻ മതം അല്ലെങ്കിൽ സാത്താൻ യഹൂദരെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിലേക്ക്, അതാണ് എൻ്റെ വിഷയം. എന്നാൽ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ആദ്യം അറിയണം, അത് തിരിച്ചറിയണം. എന്നാലേ നിങ്ങൾക്ക് എന്തിനാണ് ജൂതനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഖുറാൻ 5:51, ഞാൻ ഇനി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചോ. ഇതൊക്കെ ഉള്ളതാണ്, ഖുറാനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഇതിനെ കാണാൻ പറ്റും. ഖുറാൻ 5:51, നിങ്ങൾ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഉറ്റമിത്രങ്ങൾ ആക്കരുത്. അപ്പോൾ നിങ്ങളെ അവർ ഉറ്റമിത്രങ്ങളാക്കുന്നുണ്ട് എങ്കിൽ അതിന് പിൻപിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട് എന്ന് തന്നെ നിങ്ങൾ നിശ്ചയിച്ചോ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഖുറാൻ ഫോളോ ചെയ്യുന്നവരെയാണ് ഞാൻ പറയുന്നത്. ഇനി ഖുറാൻ 9:28, ബഹുദൈവ വിശ്വാസികൾ നിത്യനരക വാസികൾ. സൂറ 8:39, മതം മുഴുവൻ തള്ളാഹുവിന്, ഞാൻ അള്ളാഹുവിന് തള്ളാഹു എന്ന് വിളിക്കുള്ളൂ, ആ പേര് ഉച്ചരിക്കാൻ തന്നെ എനിക്കിഷ്ടമില്ല, അതുകൊണ്ടാണ് തള്ളാഹു എന്ന് പറയുന്നത് കേട്ടോ. തള്ളാഹുവിന് ആകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം കേട്ടോ. മതം മുഴുവൻ തള്ളാഹുവിന് ആകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. പിന്നെ സൂറ 9:39, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ല എങ്കിൽ തള്ളാഹു നിങ്ങളെ വേദനയേറിയ ശിക്ഷ നൽകുകയും ചെയ്യും കേട്ടാ. സൂറ 9:123, സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട്, അതായത് മറ്റു മതസ്ഥരോട് നിങ്ങൾ യുദ്ധം ചെയ്ത് അവർ നിങ്ങളിൽ ഭയം കണ്ടെത്താൻ, മനസ്സിലായോ? അവർ നിങ്ങളിലാണ് ഭയം കണ്ടെത്താൻ, അവരെ ഭയം ഉളവാക്കിക്കണം എന്നാണ് അവരോട് പറഞ്ഞു കൊടുത്തേക്കുന്നേ. മനസ്സിലായി? അപ്പം ഇനി ആ യുദ്ധത്തിന് പുറപ്പെടുന്നില്ല എങ്കിൽ വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് തരുമെന്നാണ് അവരുടെ ദൈവം അവരോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വിഷമെല്ലാം ചെറുപ്പത്തിൽ തലച്ചോറിൽ കുത്തിക്കയറ്റിയ കുട്ടികൾ ഡോക്ടറാകാനും എഞ്ചിനീയർ ആവാനൊക്കെ പഠിക്കുന്നത് എന്തിനാ? സ്വയം തള്ളാഹുവിന് വേണ്ടി പൊട്ടിത്തെറിച്ച് ചാവാനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നാം ഇത് മുസ്ലിം വിരുദ്ധതയല്ലേ, അല്ലെങ്കിൽ ഇത് എന്താ പറയുക, ഇത് ജാതികളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അവിടെ ഇവിടെയും ഈ എന്താ പറയുക, ഇപ്പം ഡൽഹിയിലുണ്ടായല്ലോ അല്ലേ, എന്തിനാണ്, ഞാൻ മുൻപ് നിങ്ങൾക്ക് പല വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. മുൻപ് ഇട്ട വീഡിയോകളിൽ കുറേ ഇട്ടിട്ടുണ്ട്.
എന്താണ് അതിനകത്ത് സുഡാനിലെയും നൈജീരിയയിലെയും കാര്യങ്ങൾ, അതുപോലെ ഇസ്രായേലിലുണ്ടായ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ പഹൽഗാമിലുണ്ടായ കാര്യങ്ങൾ എല്ലാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ അങ്ങ് ദൂരെയല്ലേ, നമ്മുടെ കേരളത്തിലല്ലല്ലോ എന്നല്ലേ. പക്ഷെ ലോകത്തുള്ള തീവ്രവാദികളുടെ ഈ നരയാട്ട് അതിനെപ്പറ്റി അവിടെ ഇവിടെയും കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. എന്താ ചിന്തിക്കണ്ടേ? ഇന്ന് ഞാൻ നാളെ നീ എന്ന്. അതായത് നമ്മുടെ ഇടയിലേക്കും അവർ ഇറങ്ങി വരികയാണ്. ഇത് ഞാൻ ജാതി വിരുദ്ധത നിങ്ങൾക്ക് ഇടയിലേക്ക് തരുന്നതല്ല. പക്ഷെ നിങ്ങൾ സത്യങ്ങൾ അറിയണം. എല്ലാ തീവ്രവാദികളും മുസ്ലിമുകളാണ്. എല്ലാ മുസ്ലിമുകളും തീവ്രവാദികളല്ല എങ്കിലും എല്ലാ തീവ്രവാദികളും മുസ്ലിമുകളാണ് എങ്കിൽ അതെന്താണ് അതിന് കാരണം? അവർ പഠിക്കുന്ന, അവർ ഫോളോ ചെയ്യുന്ന ഖുർആൻ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലേ, നരേന്ദ്രമോദി ഇല്ലായിരുന്നു എങ്കിൽ ഇതിനോടകം നമ്മുടെ ഇന്ത്യ അവർ പിടിച്ചടക്കി കഴിഞ്ഞേനെ. 2047 ഭാരതം അവരുടെ കയ്യിലിരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമാണ്. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരത് തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഏതു പാർട്ടിയിലായാലും മുസ്ലിമുകൾ 33ഓളം നിയമസഭാ സീറ്റുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അവരുടെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, അവരുടെ ജാതിയുടെ പേരിൽ മുസ്ലിം ലീഗ് പോലെ ക്രിസ്ത്യൻ ലീഗെന്നോ അല്ലെങ്കിൽ ഹിന്ദു ലീഗെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം അവർ കമ്മ്യൂണിസ്റ്റ് ആയാലും അവർ കോൺഗ്രസ് ആയാലും അവരുടെ മുസ്ലിം ആണോ? അങ്ങനെ എങ്കിൽ അവർ ലാസ്റ്റ് വരുമ്പോൾ എല്ലാ ഗോളുകളും അവരുടെ കോർട്ടിൽ തന്നെ ഉണ്ടാവും. അതായത് 144 സീറ്റാണ് കേരള നിയമസഭയിൽ എങ്കിൽ 33 സീറ്റുകളിൽ അതിൻ്റെ അധികാരങ്ങൾ അവർ പിടിച്ചു കഴിഞ്ഞ് വെച്ചിക്കാണ് എങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. മതമാണ് പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു അല്ലേ. എന്തിന്? കേരള നിയമസഭാ സ്പീക്കർ ഗണപതി മിത്താണ്, നമ്മൻ്റേത് മഹോന്നതനാണ് അല്ലെങ്കിൽ സ്വത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വന്നാലും എന്ത് സഖാവ് ചമഞ്ഞ് വന്നാലും ഒടുക്കം അവരെല്ലാം മതം തലയ്ക്ക് പിടിപ്പിച്ച അല്ലെങ്കിൽ തലയ്ക്ക് പിടിച്ച അവരുടെ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ 72 സീറ്റ് കിട്ടിയാൽ 144 സീറ്റിൽ 72 സീറ്റ് കിട്ടിയാൽ അവർ കേരളം ഭരിക്കും അല്ലേ. അപ്പോൾ 33 സീറ്റിൽ വ്യത്യസ്ത പാർട്ടികളിലാണെങ്കിൽ പോലും അവർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഏത് പാർട്ടിയിലായാലും അവർ വ്യാജം പറഞ്ഞ് അവർ കയറിക്കൂടിയാലും അവസാനം പുറത്തു വന്ന് അവരവരുടെ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2026 വരുമ്പോഴേക്കും അവർ കേരളം ഭരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിക്കുക, ലോകത്ത് തീവ്രവാദത്തിന് പല പേരുകളാണല്ലേ, പല വ്യത്യസ്തമായ പേരുകളിലാണ് തീവ്രവാദി സംഘടനകളും. പക്ഷേ അവരെല്ലാം ചെയ്യുന്നത് ഒരു പ്രവൃത്തി തന്നെയാണ്, വിശുദ്ധ യുദ്ധം എന്ന പേരിൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് പല പാർട്ടികളിലായാലും മുസ്ലിമുകൾ നിൽക്കുന്നത് പല പാർട്ടികളായാൽ പോലും അവസാനം വരുമ്പോൾ അവരെല്ലാം അവരുടെ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. ഭരണം കിട്ടാനിട്ട് പോലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാധീനം കൊണ്ട് വഖഫ് പോലെയുള്ള പല സംരംഭങ്ങൾ അല്ലെങ്കിൽ പല പരാക്രമങ്ങളും ജിഹാദുകളും ഹിജാബ് പ്രശ്നങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുന്നു അല്ലേ. നമ്മളതൊക്കെ കണ്ടുവരികയാണല്ലേ. അപ്പോൾ ഭരണം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എല്ലാ ക്രിസ്ത്യാനികളും ഇടത്തോട്ട് കുത്തിയാലും വലത്തോട്ട് കുത്തിയാലും നിങ്ങൾ അവർക്കൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ വോട്ടിൽ കുത്തിക്കൊടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ഓർത്തോ, ഈ പല പേരിൽ ഒരേ ലക്ഷ്യവുമായി അവർ ഒരുമിച്ച് ഒരുങ്ങുകയാണ്. അവസാനം നിനക്ക് രക്ഷ ഉണ്ടാവുക ഈ RSS കാര്യം അല്ലെങ്കിൽ അവർ രാമരാജ്യമാക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ BJP തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇത്ര കാലമായാലും നരേന്ദ്രമോദി ഭരിക്കുന്നേ. എന്നിട്ട് അവർ പിടിച്ചെടുത്ത സംസ്ഥാനങ്ങളിലായാൽ പോലും എന്തെങ്കിലും ക്രിസ്ത്യാനികൾക്ക് നേരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ?
അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ, സഭാധികാരികൾ പോലും അവർക്ക് വോട്ട് ചെയ്യരുത്, അവർ വോട്ട് ചെയ്താൽ അവരുടെ രാജ്യമാക്കും, ഇതൊക്കെ ഒരു കളികളാണ്. എന്തിനാണ് ഇതൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു BJP കാരിയാണെന്ന്, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന്. ഞാനിതൊന്നുമല്ല. പക്ഷേ ഞാനൊരു സാധാരണ പൗരയാണ്. ഞാനും ഭയക്കുന്നു. 2047 ഞങ്ങൾ ഭാരതം ഭരിക്കുമെന്ന് പോപ്പുലർ ഫണ്ട് പോലെയുള്ള ആ പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമായി വരും. അതിനെ ചെറുക്കാൻ BJPക്ക് സാധിക്കൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരുടെ പക്ഷം പിടിച്ച് ഞാൻ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരിയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളൊന്നുമല്ല. പക്ഷേ അവരോട് മല്ലിട്ട് ജയിക്കണമെങ്കിൽ, ഇസ്ലാം തീവ്രവാദം നാളെ നമ്മളെ കരുവാക്കാതിരിക്കണമെങ്കിൽ അത് BJPക്കേ പറ്റൂ. നരേന്ദ്രമോദി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പണ്ടേ തന്നെ ഇന്ന് ഓസ്ട്രേലിയയിലും സിഡ്നിയിൽ അതുപോലെ പല പല സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ആ തീവ്രവാദ ആക്രമണങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലും നടന്നേനെ. ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ, പാലസ്തീന് വേണ്ടി കൊടി പിടിച്ച രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ഓസ്ട്രേലിയയും, അല്ലേ? അവിടെയാണ് നാം ഇന്ന് ഭീകരാക്രമണം കണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ഗാസയ്ക്ക് വേണ്ടി കരയുകയും പാലസ്തീന് വേണ്ടിയിട്ട് കൊടി പിടിക്കുകയും ചെയ്ത എപ്പോഴും കേരളത്തിൽ, അല്ലേ? അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവലും മലരും വാങ്ങി വീട്ടിൽ വെച്ചോ എന്ന് അവർ വാണിങ് തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നോർക്കുക, അവർ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഉറപ്പിക്കാം. ഇത് നാളെ വരാൻ പോകുന്ന കാര്യം ഞാനൊരു വാണിങ് തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഞാൻ ഇന്ന് വിഷയത്തിലോട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് സമാധാന മതക്കാർ യഹൂദനെ ഉന്നം വെക്കുന്നു എന്നതാണ് നമ്മുടെ വിഷയം. മനസ്സിലായോ? ഖുറാനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമുകളെയാണ് ഞാൻ പറയുന്നത്. അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അല്ലാതെ ഇത് ജാതി സ്പിരിറ്റ് കൊണ്ടുവരാനോ നിങ്ങളിൽ ഒരു വർഗീയത വെക്കാനോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഖുറാൻ അത് ഫോളോ ചെയ്യുന്ന മുസ്ലിമുകൾ, ഖുറാനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സാത്താൻ മതക്കാർ യഹൂദനെ ഉന്നം വെക്കുന്നത് ബഹുദൈവ വിശ്വാസികളെയാണല്ലേ തങ്ങൾ ശത്രു ആക്കണം എന്ന് ഖുറാനിൽ എഴുതി വെച്ചിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പാവം ജൂതന്മാരെ എന്തിനാണ് അവർ കൊല്ലുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ബഹുദൈവ വിശ്വാസിയല്ലല്ലോ, അവർ ഏകദൈവ വിശ്വാസിയാണ്. ജീവനുള്ള ദൈവമാണ് അവരുടെ ഏകദൈവം, ഏകസത്യദൈവം. എന്നിട്ടും അവർ വീണ്ടും ശത്രുക്കളാക്കുന്നത് എന്തിനാ? ബഹുദൈവ വിശ്വാസികളെ കൊന്നൊടുക്കണമെന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ ജൂതന്മാരെ എന്തിനാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്? മനസ്സിലായോ? അപ്പോൾ അതെന്തിനാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഞാൻ നിങ്ങളോട് മുൻപേ തുടങ്ങി പറയാറുണ്ട്, ഏദൻ തോട്ടം അതാണ് ജെറുസലേം, ഏദൻ ഇസ്രായേലാണ് എന്നല്ലേ. അപ്പോൾ ലൂസിഫർ എന്ന സാത്താൻ അവൻ മാലാഖയായിരുന്നു എന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അവൻ വെട്ടേറ്റ് മധ്യാകാശത്തിൽ കിടക്കുന്നതും ഇസ്രായേലിന് തലയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഈ ലോകം മൊത്തം സാത്താൻ്റെ ഭരണത്തിലായി കഴിഞ്ഞു. അവന് കടന്നു ചെല്ലാൻ പറ്റും, അല്ലേ? എന്നാൽ ഈ ഒരു സ്ഥലത്ത് മാത്രം അവൻ്റെ ഒരു പരിപാടി നടക്കില്ല. അവൻ്റെ ഒരു കളികളും നടക്കാത്ത ഒരു ഏക സ്ഥലമാണ് ഇസ്രായേൽ. കാരണം എന്താ? തോറ കൊണ്ട് മതിൽ കെട്ടി പ്രൊട്ടക്ഷനായി ധരിച്ചിരിക്കുകയാണ് യഹൂദന്മാർ. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാർ സാധാരണ മനുഷ്യരെ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും അവർ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല. അവർ ദൈവദൂതന്മാർക്ക് തുല്യരാണ്. മുൻപ് ഞാൻ കുറേ സംസാരിച്ചിട്ടുള്ളതാണ് മുൻപത്തെ വീഡിയോയിൽ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയാം, വന്ധ്യയായ സാറയിലൂടെ ഇസഹാക്ക് എന്ന ഒരു ട്വിസ്റ്റഡ് സന്തതിയെ കൊടുത്ത് അതിലൂടെ ദൈവം ഒരു ദൈവീക ജനതയെ, തൻ്റെ ജനതയെ വാർത്തെടുത്തു. എന്തിന്? ദൈവത്തിന് യേശുവ എന്ന യഹൂദനായി ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറക്കാനായിട്ട്. സാത്താൻ കയ്യിനെ കൊണ്ട് ആബേലിനെ കൊല്ലിച്ച് അവൻ്റെ കഠിനൂലാവകാശം പാപത്തിന് വിറ്റു. അങ്ങനെ ലോകത്തിൻ്റെ ആ രാജാവിൻ്റെ സ്ഥാനം സാത്താൻ തട്ടിയെടുത്തു. ഈ ലോകത്തിൻ്റെ രാജാവ് ആരായി? സാത്താനായി. പിന്നീട് ജനിക്കുന്ന എല്ലാവരും ഈ പാപത്തിൻ്റെ അടിമയാണ്, അല്ലേ? സാത്താൻ്റെ അടിമയാണ് പിന്നീട് ജനിക്കുന്ന എല്ലാവരും. ഇങ്ങനെ ഇരിക്കെ ദൈവം പ്ലാൻ ചെയ്ത് ഒരു ട്വിസ്റ്റഡ് ജനതയെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്
ഇസഹാക്കിലൂടെ. 12 ഗോത്രങ്ങളിലൂടെ ദൈവദൂതന്മാരുടെ ഒരു ട്വിസ്റ്റഡ് ജനത, അതാണ് യഹൂദന്മാർ. പിന്നീട് ദൈവം യേശുവായി അതിൽ യഹൂദനായി വന്ന് യൂദാഗോത്രത്തിലെ സിംഹമായി ആ കടിനൂലവകാശം, ലോകത്തിൻ്റെ ആധിപത്യം തിരിച്ചു വാങ്ങി. കാൽവരി ക്രൂശിൽ തൻ്റെ യഹൂദ മക്കൾക്ക് വേണ്ടി യാഗമായതോടൊപ്പം തന്നെ അവിടുന്ന് പിശാചിൻ്റെ ചെകിടത്തടിച്ച് അവനിൽ നിന്ന് ആധിപത്യത്തിൻ്റെ താക്കോല് തിരിച്ചു വാങ്ങുകയാണ് ചെയ്തത്. അതിലൂടെ ആ ആപ്പൻ്റെ മക്കളായ നമ്മൾക്കും രക്ഷ കിട്ടി. അപ്പം അതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, അതുവരെ നല്ലവരായിരുന്നാലും അവർ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു, ഈ നോഹ പോലുള്ള എല്ലാ നീതിമാന്മാരും, ഈ 12 ഗോത്രങ്ങൾക്ക് മുൻപ്. അപ്പോൾ ആ സംഭവത്തിന് ശേഷം ദൈവത്തിന് തീരുമാനിക്കാം നീതിമാനെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാനും പാപിയെ നരകത്തിൽ വിടാനും ഒക്കെ. അപ്പോൾ ഈ ആധിപത്യത്തിൻ്റെ താക്കോല് നമ്മുടെ കർത്താവ് തിരിച്ചു വാങ്ങിയെങ്കിലും അധികാരത്തിൻ്റെ താക്കോല്, ലോകത്തിൻ്റെ അധികാരി ഇപ്പോഴും അവൻ തന്നെയാണ്, സാത്താൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ അധികാരിയായ സാത്താന് ജൂതനെ ഇത്രമാത്രം ദേഷ്യം. അവർ വ്യത്യസ്തരാണ് എന്നും അവരുടെ രാജ്യം മാത്രമാണ് സാത്താന് പിടിച്ചടക്കാൻ പറ്റാത്തത്, അതൊരു ദൈവരാജ്യമാണ് എന്നും ഈ സാത്താൻ അറിയാം. അതുകൊണ്ട് ദൈവം ഈ ജൂത മക്കളിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നും സാത്താൻ അറിയാം. അതുകൊണ്ടാണ് സാത്താൻ യഹൂദരെ ശത്രുക്കളായിട്ട് കാണുന്നത്. ദൈവം ഈ യഹൂദരിലൂടെയാണ് ലോകത്തിലേക്ക് എല്ലാ കണ്ടുപിടുത്തങ്ങൾ, എല്ലാ നല്ല കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജി എന്ന് വേണ്ട എല്ലാ സാങ്കേതിക വിദ്യകൾ എല്ലാം കൊണ്ടുവന്ന് ഈ ലോകത്തിലേക്ക് കൊടുത്തതും തൻ്റെ ഈ ട്വിസ്റ്റഡ് ജനതയിലൂടെയാണ്. ആർക്കും വേണ്ടാത്ത മരുഭൂമിയായിരുന്നു ഈ നശിച്ച് തരിപ്പണമാക്കിയ യഹൂദന്മാരുടെ അവസാന കുറ്റി എന്നോണം. ആ ഒരു രാഷ്ട്രമായ 1948 അവർ വന്നപ്പോൾ അവർക്ക് കൊടുത്തത് ആ മരുഭൂമിയായിരുന്നു, ആർക്കും വേണ്ടാത്ത മരുഭൂമി. അതോടുകൂടി അവർ നശിക്കുമെന്ന് പറഞ്ഞ് വിചാരിച്ച് അവർക്ക് ഈ ലോകത്തിന് ഐക്യരാഷ്ട്രസഭ പോലുള്ളവർ കൊടുത്തത് ഈ മരുഭൂമിയായിരുന്നു. അവർ കെട്ടുപോകുമെന്ന് വിചാരിച്ചു അല്ലേ. ആ കെടാൻ പോയ തീ ഇന്ന് ആളി കത്തുന്നുണ്ട് എങ്കിൽ, ആ മരുഭൂമി ഇന്ന് മലർവാടിയായി എന്നുണ്ടെങ്കിൽ, ആ അവസാന കുറ്റി വിശുദ്ധ കുറ്റിയായി, അല്ലെങ്കിൽ ആ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആരാണ്? ഗർജിക്കുന്ന സിംഹമായ യഥാർത്ഥ ജീവനുള്ള ദൈവമാണ് പ്രവർത്തിച്ചത് എന്ന് ഏത് കണ്ണുപൊട്ടനും മനസ്സിലാക്കാം അല്ലേ. അപ്പം അങ്ങനെയുള്ള ദൈവമക്കളോട് യുദ്ധം ചെയ്യാനായിട്ട് വെമ്പുന്നത് സാത്താനാണെന്നും ആ മതം സാത്താൻ മതമാണെന്നും ഏത് കണ്ണുപൊട്ടനും മനസ്സിലാക്കാം. സാത്താൻ പ്രവർത്തിക്കുന്നത് ആ സാത്താൻ മതത്തിലൂടെയാണ്. മുഹമ്മദ് കോയയ്ക്ക് ആയത്തുകൾ ഇറക്കിക്കൊടുത്ത മാലാക, അതാണ് സാത്താൻ. അവനാണ് ഭൂമിയിൽ തൻ്റെ ജനതയെ, ദൈവരാജ്യത്തെ, അതായത് ദൈവം ഒരു ട്വിസ്റ്റഡ് ജനതയെ ഉണ്ടാക്കി ഭൂമിയിൽ ദൈവരാജ്യത്തെ സ്ഥാപിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു? ഖുറാനിലൂടെ 10 കൽപ്പനയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ആയത്തുകൾ മുഹമ്മദ് കോയയ്ക്ക് ഇറക്കി കൊടുത്തുകൊണ്ട് അവനും ഒരു ജനതയെ രൂപപ്പെടുത്തി, സാത്താൻ മതത്തിൻ്റെ ഒരു ജനതയെ രൂപപ്പെടുത്തി. കുഞ്ഞു ചെറുപ്പത്തിലെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ തലച്ചോറിൽ ഈ ഖുറാനിലെ വിഷങ്ങൾ കുത്തിവെച്ച് അവൻ എത്ര വിദ്യാസമ്പന്നനായാലും എക്സ് ആയാലും ആ വിഷം ഒരു നാൾ അവനിലൂടെ അത് പുറത്തു വരും. ലോകാവസാനത്തിലേക്ക് ഇതെല്ലാം ഒരു കാൽവയ്പ് മാത്രമാണ്, ഒരു ഒരുക്കം മാത്രമാണ്. ഇന്ന് ഓസ്ട്രേലിയയിൽ സംഭവിച്ചത് നാളെ നമ്മൾക്കിടയിലും സംഭവിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ദുഷ്ടാത്മസേനകൾ, ബൈബിളിൽ പറയുന്ന ദുഷ്ടാത്മസേനകൾ. നമ്മളെപ്പോഴും യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ദുഷ്ടാത്മസേനകളോടും ലോകാധിപന്മാരോടുമാണെന്ന് അല്ലേ. ഈ ദുഷ്ടാത്മസേനകളാണ് ഇസ്ലാം ടെററിസ്റ്റുകൾ. ദാനിയേൽ 8:12 പറയുന്നുണ്ടല്ലേ, നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേന നിയമിക്കപ്പെടും, അത് സത്യത്തെ നിലത്ത് തള്ളിയിട്ട് കാര്യം സാധിക്കും. അപ്പം ഇതാണ് ഖുറാനിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സേന.
നമ്മുടെ ദൈവം കൊല്ലരുത് എന്ന് പഠിപ്പിച്ചപ്പോൾ ഖുർആൻ 8:39 ലോകം മുഴുവൻ തള്ളാഹുവിൻ്റെ ആക്കാൻ നിങ്ങൾ കൊന്നോ എന്ന് പഠിപ്പിച്ചു. എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മുടെ ദൈവം പഠിപ്പിച്ചപ്പോൾ സൂറ 4:144 മറ്റ് മതക്കാര് കാഫിറുകളാണ്, അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് എന്നിങ്ങനെ 10 കൽപ്പനയ്ക്കും ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ ഖുറാനിലൂടെ അവരെ പഠിപ്പിച്ച് ദുഷ്ടാത്മ സേനകൾ ഈ ലോകം പിടിച്ചടക്കും, കൂടെ ഇലുമിനാലിറ്റീസും. അപ്പോൾ ഈ ലോകത്തിലുള്ള അവരുടെ ആ ഒരു അധീനത, അവരുടെ ഒരു എന്താ പറയുക, ലോകാവസാനത്തിലേക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ ആപ വരാറായി അല്ലേ? അപ്പോൾ എല്ലാവരും ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. ദുഷ്ടാത്മ സേനകളും ഇലുമിനാലിറ്റീസും കൂടി നമ്മുടെ ലോകം മുഴുവൻ പിടിച്ചെടുത്ത് ആ ഒരു അവസാന സാഹചര്യത്തിലാണ് നമ്മുടെ ആപ വരിക. അപ്പോൾ ആപ വരാൻ ഉള്ള ഒരു ഒരുക്കം കൂടിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8:20 പറയുന്നില്ലേ, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, പക്ഷേ അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നാ. അപ്പം അതുകൊണ്ടാണ് കർത്താവ് വരുമ്പോൾ, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റാതിരിക്കട്ടെ, സത്യവും അനീതിയും ഏതെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാകട്ടെ. എല്ലാവരും ഹനൂക്ക ആചരിക്കുന്ന സമയമാണിതല്ലേ? അപ്പോൾ യഹൂദരുടെ ആ സന്തോഷത്തിൽ നമുക്കും കൂടി അതിൽ ഒരു ഭാഗമാകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ലോകം അതിൻ്റെ വഴിക്ക് പോകട്ടെ. നിങ്ങൾ ആരും അതൊക്കെ കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആപ വരാറായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഞാനിത് ഈ വീഡിയോ ഇട്ടത് ഇന്ന് ഓസ്ട്രേലിയയിൽ സംഭവിച്ചത് നാളെ നമുക്കിടയിലും സംഭവിക്കാം. അപ്പോൾ അതെല്ലാവരും തിരിച്ചറിയണം. എല്ലാവരും എപ്പോഴും മനസ്സിൽ അത് കണ്ടിട്ടായിരിക്കണം ഓരോ സ്റ്റെപ്പും വെക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവരുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ഒരു ചിന്തയോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാത്താനെയും ദൈവത്തെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് അപ്പാ വേഗം വരണേ എന്ന ഒരു പ്രാർത്ഥനയാണ്. ആബ ബൊമഹെർ എന്നാണ് അതിനെ പറയുക. സ്പെല്ലിങ് ആബ ABBA ആബ BO ബോ മഹർ MAHER. ആബ വേഗം വരണേ. നമുക്കത് പ്രാർത്ഥിക്കാനല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിൽ നടന്നത്. ജൂതവിരുദ്ധത, ഇസ്ലാം തീവ്രവാദികൾ ലോകത്ത് എവിടെ ഉണ്ടായിരുന്നാലും എന്തിനാണ് അവർ ജൂതവിരുദ്ധത കാത്തു സൂക്ഷിക്കുന്നത്? സാത്താൻ്റെ ലക്ഷ്യം എന്തുകൊണ്ടാണ് ജൂതൻ്റെ നേർക്ക് പോകുന്നത് എന്നതിൻ്റെ ഒരു അർത്ഥമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാബ.